അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 1 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. ഈജിപ്തിലെ രാജാവ് ഒരു സ്വപ്നം കാണുകയും വളരെ വ്യക്തമായ അതിൻ്റെ വ്യാഖ്യാനം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകുകയും ആ വ്യാഖ്യാനത്തിൽ തൃപ്തിപ്പെട്ട രാജാവ് സൗണ്ട് കുറയ്ക്കാൻ രാജാവ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വ്യാഖ്യാനത്തിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും എന്നാൽ താൻ ജയിലിൽ അടക്കപ്പെട്ടത് തെറ്റായ ഒരു ആരോപണം കാരണത്താലാണ്, അതിൻ്റെ നിജസ്ഥിതി വ്യക്തമാക്കുകയും തൻ്റെ നിരപരാധിത്വം അംഗീകരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ജയിലിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറുള്ളൂ എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയും ചെയ്ത സന്ദർഭമാണ് നാം വിശദീകരിച്ചത്. അതിനുശേഷമുള്ള കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال ما خطبكن إذ راوتن يوسف عن نفسه قلنا حاش لله ما علمنا عليه من سوء قالت امرأة العزيز الآن حصحص الحق أنا راودته عن نفسه وإنه لمن الصادقين. ذلك ليعلم أني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين.
ഖാല, മിസ്റിലെ രാജാവ് മലിക്ക് അവരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി. ഈ പറയപ്പെട്ട സ്ത്രീകളെയും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ ഒരാളായ അസീസിൻ്റെ ഭാര്യയെയും വിളിച്ചുകൂട്ടുകയും എന്നിട്ട് അവരോട് ചോദിക്കുകയും ചെയ്തു. ഖാല മാ ഖത്ബുകുന്ന. ഖത്ബ് എന്ന് പറഞ്ഞാൽ ഷഅ്ന്, കാര്യം. മാ ഖത്ബുകുന്ന, നിങ്ങളുടെ കാര്യം എന്താണ്, എന്താണ് വിഷയം, എന്താണ് പ്രശ്നം? ഇദ് റാവത്തുന്ന, നിങ്ങൾ വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ. റാവദ യുറാവിദു മുറാവദത്തൻ, വശീകരിക്കുക. ഇദ് റാവത്തുന്ന യൂസുഫ അൻ നഫ്സിഹി, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ നിങ്ങൾ വശീകരിക്കാൻ ശ്രമിച്ച ആ ഒരു സംഭവം എന്താണ്, നിങ്ങൾക്കതിൽ പറയാനുള്ളത്, എന്താണ് നിങ്ങളുടെ വിശദീകരണം എന്ന് രാജാവ് ചോദിച്ചു. ഖുൽന, അപ്പോൾ ആ സ്ത്രീകൾ പറഞ്ഞു, ഹാഷ ലില്ലാഹ്, ഐ മആദല്ലാഹ്, അല്ലാഹുവിൽ അഭയം, അല്ലാഹുവിൽ അഭയം. മാ അലിംന അലൈഹി മിൻ സൂ, മാ അലിംന, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്കറിയില്ല. അലിമ യഅലമു ഇൽമൻ, മാ അലിംന, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അലൈഹി, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് മിൻ സൂഇൻ, ഒരു മോശമായ പെരുമാറ്റവും ഒരു മോശമായ പ്രവർത്തനവും ഒരു മോശമായ ചലനവും ഹറക്കത്തും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് ഉണ്ടായതായി ഞങ്ങൾക്കറിവില്ല. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സ്ത്രീകളെല്ലാം യാഥാർത്ഥ്യം വ്യക്തമാക്കിയപ്പോൾ അസീസിൻ്റെ സൗജത്തിന് ഇനിയും ഞാൻ കളവ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ബോധ്യപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഖാലത്ത് ഇംറഅത്തുൽ അസീസി, ഖാലത്ത് ഇംറഅത്തുൽ അസീസി, അസീസിൻ്റെ ഭാര്യ ആ സന്ദർഭത്തിൽ പറഞ്ഞു, അൽ ആന ഹസ്ഹസൽ ഹഖ്, അൽ ആൻ, ഇപ്പോൾ, ഹസ്ഹസൽ ഹഖ്, സത്യം വെളിവായിരിക്കുന്നു. ഹസ്ഹസ എന്ന് പറഞ്ഞാൽ ബയ്യന, കാര്യം വ്യക്തമാവുക, തെളിഞ്ഞു വരിക, വാളിഹാവുക. ഹസ്ഹസ യുഹസ്ഹിസു ഹസ്ഹസ, കാര്യം വ്യക്തമാവൽ. അൽ ആന ഹസ്ഹസൽ ഹഖ്, ഇപ്പോൾ ഇതാ സത്യം വെളിവായിരിക്കുന്നു, ഇനി കളവ് പറഞ്ഞിട്ട് കാര്യമില്ല. അന റാവത്തുഹു അൻ നഫ്സിഹി, ഞാനാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ തെറ്റായ കാര്യത്തിന് പ്രേരിപ്പിച്ചത്, അദ്ദേഹമല്ല. അന റാവത്തുഹു അൻ നഫ്സിഹി, ഞാനാണ് അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചത്. വ ഇന്നഹു, നിശ്ചയമായും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ലമിന സ്വാദിഖീൻ, അദ്ദേഹം സത്യസന്ധനാണ്, അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. കാരണം അന്ന് ഒരു സാക്ഷി പറഞ്ഞപ്പോൾ കുപ്പായം മുന്നിൽ നിന്നാണ് കീറിപ്പോയതെങ്കിൽ അദ്ദേഹമാണ് കളവ് പറയുന്നത്, കുപ്പായം പിറകിൽ നിന്നാണ് കീറിയത് കാണുന്നതെങ്കിൽ അദ്ദേഹമാണ് സത്യം പറയുന്നത്. അപ്പോൾ അവിടെ ബോധ്യപ്പെട്ട വിഷയമാണ്. എന്നാൽ പിന്നീട് ജനങ്ങൾക്കിടയിലും മറ്റും അതേപോലെ തന്നെ മറ്റു ചില മസ്ലഹത്തുകളും ഉദ്ദേശിച്ചാണ് അദ്ദേഹം ജയിലിലടക്കപ്പെട്ടത്. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ അവർ ഒരു ധാരണയുണ്ടാക്കി, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കുറ്റക്കാരനാണ് എന്ന്. അപ്പോൾ ജനങ്ങൾക്കിടയിലും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട രാജാവിനിടയിലും, കാരണം രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം മിസ്റിലെ രാജാവാണ്. നേരത്തെ പറഞ്ഞ അസീസ്, അദ്ദേഹം പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ട മേഖല കൈകാര്യം ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് യാഥാർത്ഥ്യം അറിയാം, പക്ഷേ രാജാവിലേക്ക് എത്തിയത് മറ്റൊരു ന്യൂസാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അവരെയെല്ലാം വിളിച്ച് വിഷയം അന്വേഷിച്ചത്. അപ്പോൾ അവരെല്ലാം സത്യം തുറന്നു പറഞ്ഞു. കാരണം പ്രധാനപ്പെട്ട രാജാവാണ്, അവിടെ കളവ് പറഞ്ഞാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും സത്യം തുറന്നു പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സത്യസന്ധനാണെന്നും ഞാനാണ് അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചത് എന്നും അസീസിൻ്റെ ഭാര്യ വ്യക്തമാക്കി. അതേപോലെ തന്നെ ആ ഭാര്യയ്ക്ക് വേണ്ടി സംസാരിച്ച തങ്ങളുടെ കൈവിരലുകൾ മുറിച്ചു കളഞ്ഞ ആ സ്ത്രീകളും സത്യം തുറന്നു പറയുകയുണ്ടായി.
പിന്നീട് അവർ പറഞ്ഞു, ദാലിക്, ഈ ഒരു കാര്യം ഇതിപ്പോൾ വ്യക്തമാക്കുന്നത് ലിയഅലമ, അദ്ദേഹം അറിയാൻ, അഥവാ എൻ്റെ ഭർത്താവ് അറിയാൻ. എന്തറിയാൻ? അന്നി, നിശ്ചയമായും ഞാൻ, ലം അഖുൻഹു ബിൽ ഗൈബ്, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു തിന്മ അവിടെ നടന്നിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. ഖാന യഖൂനു ഖിയാനതൻ വഖൗന, വഞ്ചന. ഇന്നി, നിശ്ചയമായും ഞാൻ, ലം അഖുൻഹു ബിൽ ഗൈബ്, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ, അദ്ദേഹത്തിൻ്റെ ഗൈബായ അവസ്ഥയിൽ ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അറിയണം. മാത്രമല്ല വ അന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യഹ്ദി, നേർവഴിക്കെത്തിക്കുകയില്ല, വിജയിപ്പിക്കുകയില്ല. ഹദാ യഹ്ദി ഹിദായത്തൻ വഹുദ, ലക്ഷ്യത്തിലേക്കെത്തുക, ഉദ്ദേശസ്ഥാനത്തേക്കെത്തുക, നേർമാർഗത്തിലാവുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇന്നല്ലാഹ വ അന്നല്ലാഹ ലാ യഹ്ദി, അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുകയില്ല. കൈദൽ ഖായിനീൻ, വഞ്ചകന്മാരുടെ തന്ത്രങ്ങളെ അല്ലാഹു വിജയിപ്പിക്കുകയില്ല. വഞ്ചകന്മാരുടെ തന്ത്രങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുകയില്ല. സത്യം ഒരു നാൾ പുറത്തു വരും, സത്യം ഒരു നാൾ പുറത്തു വരും. ഈ സംഭാഷണം ആരുടേതാണ് എന്ന വിഷയത്തിൽ മുഫസ്സിരീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്നു ജരീർ ഒത്തബരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് ഇത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കലാമാണ്. കാരണം ജയിലിൽ നിന്ന് അദ്ദേഹത്തോട് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഈ വിഷയത്തിലെ സത്യാവസ്ഥ വ്യക്തമാക്കപ്പെട്ടതിന് ശേഷമേ ഞാൻ വരികയുള്ളൂ. അതെന്തിനാണ് ഞാൻ അങ്ങനെ ഒരു ഷർത്ത് വെച്ചത്, ഒരു കണ്ടീഷൻ വെച്ചത്? ദാലിക, അതെന്തുകൊണ്ടെന്നാൽ ലിയഅലമ, അദ്ദേഹം അറിയണം, ഈ സ്ത്രീയുടെ ഭർത്താവ് അറിയണം. എന്ത്? അന്നീ ലം അഖുൻഹു ബിൽ ഗൈബ്, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ വഞ്ചന കാണിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വിഷയത്തിൽ. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നലുകൾ ഉണ്ടാവാം, ഇതിപ്പോൾ തന്നെ സംഭവിച്ചതാണോ, നേരത്തെയും സംഭവിച്ചിട്ടുണ്ടോ, അവർ ഒരു വീട്ടിലല്ലേ. അതുകൊണ്ട് അദ്ദേഹം അറിയണം ഞാൻ വഞ്ചന കാണിച്ചിട്ടില്ല, അത്തരം നന്ദികേട് ഞാൻ കാണിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അറിയണം. ലം അഖുൻഹു ബിൽ ഗൈബ് എന്ന് മാത്രമല്ല, വ അന്നല്ലാഹ ലാ യഹ്ദി കൈദൽ ഖായിനീൻ, വഞ്ചകന്മാരുടെ തന്ത്രം അല്ലാഹു വിജയിപ്പിക്കുകയില്ല എന്നും എല്ലാവരും അറിയണം. കാരണം അന്ന് അസീസ് ആ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന കൈദകുന്ന അളീം, നിങ്ങളുടെ തന്ത്രം വളരെ വലിയ തന്ത്രം തന്നെയാണ്. ഇന്ന കൈദകുന്ന അളീം, കാരണം വളരെ പെട്ടെന്നാണല്ലോ അവർ വിഷയം മാറ്റിയത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ പിടിക്കാൻ വന്നതാണ് എന്ന് വളരെ പെട്ടെന്ന് പറയാൻ പറ്റി. അത്തരത്തിലുള്ള തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ അത് വിജയിക്കൂല. സത്യം ഒരു നാൾ പുറത്തു വരും, അതിന് അല്ലാഹു അവസരമുണ്ടാക്കും എന്നത് എല്ലാവരും അറിയണം എന്നതുകൊണ്ടുമാണ് ഞാൻ ഇങ്ങനെയൊരു ഷർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കലാമാണ് എന്ന അഭിപ്രായം ഇബ്നു ജരീർ ഒത്തബരിയെ പോലെയുള്ള മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മറ്റു മുഫസ്സിരിങ്ങളും പറയുന്നത് ഇത് ഈ സ്ത്രീയുടെ തന്നെ വാക്കാണ്. ഈ വാക്കും ഇൻഷാ അള്ളാഹ് അതിനുശേഷം വരുന്ന ആയത്തിൻ്റെ അർത്ഥവും പരിശോധിച്ചാൽ അത് ഈ സ്ത്രീയുടെ വാക്കാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇന്നമാ അഅ്തറഫ്തു ബിഹാദാ അലാ നഫ്സി ذلك ليعلم زوجي أن لم أخنه في نفس الأمر ولا وقع المحظور الأكبر وإنما راودت هذا الشاب مراودة فامتنع فلهذا اعترفت ليعلم أني بريئة وأن الله لا يهدي كيد الخائنين وما أبرئ نفسي إن النفس لأمارة بالسوء إلا ما رحم ربي. ആ സ്ത്രീ പറയുന്നത്, ഞാൻ എൻ്റെ തെറ്റ് അംഗീകരിക്കുന്നു, പക്ഷേ അവിടെ എന്ത് സംഭവിച്ചിട്ടില്ല, വല വഖഅൽ മഹ്ദൂറുൽ അക്ബർ, വലിയ തിന്മ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. മറിച്ച് ഞാൻ എൻ്റെ ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒറ്റത്തവണ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കിടയിലൂടെ നടന്നപ്പോൾ ആ സ്ത്രീകളൊക്കെ ഒറ്റത്തവണയെ യൂസുഫ് നബിയെ കണ്ടിട്ടുള്ളൂ. അവർ അവരുടെ കൈകൾ മുറിച്ച് കളഞ്ഞു. ഒരു തവണ കണ്ടാൽ അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലുള്ള ആ സ്ത്രീയുടെ അവസ്ഥ എന്താണ്? മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യർക്ക് മൊത്തം നൽകപ്പെട്ട സൗന്ദര്യത്തിൻ്റെ പകുതി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വമാ ഉബർരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, മനസ്സ് തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സാണ്. പക്ഷേ ഞാൻ ഒരിക്കലും വലിയ ഹറാമ് ചെയ്തിട്ടില്ല, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല എന്നെൻ്റെ ഭർത്താവ് അറിയണം. അതേപോലെ തന്നെ കുതന്ത്രക്കാരുടെ തന്ത്രങ്ങൾ വിജയിക്കുകയില്ല എന്നുള്ളതും അറിയണം എന്നുള്ള നിലക്ക് ആ സ്ത്രീ തൻ്റെ നിരപരാധിത്വം പറയുകയുണ്ടായി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കടുത്ത ഒരു പരീക്ഷണത്തിന് ശേഷം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിരപരാധിത്വം ആ രാജ്യത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു. കാരണം ആരാണോ ആരോപണം പറഞ്ഞത് അവർ തന്നെ സ്വയം തുറന്നു പറയുന്നു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങളാണ് കുറ്റക്കാർ, അല്ലെങ്കിൽ ഞാനാണ് കുറ്റക്കാരി, അദ്ദേഹം നിരപരാധിയാണ് എന്ന് തെളിയിക്കുകയുണ്ടായി. ഇപ്രകാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്കിടയിൽ പ്രവർത്തിക്കുന്നത്. റഹ്മാനായ റബ്ബിൻ്റെ സുന്നത്ത് ആ നിലക്കാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിൻ്റെ അവസാന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, എക്കാലഘട്ടത്തിലും എല്ലാ സമൂഹത്തിലും എല്ലാ സന്ദർഭത്തിലും അറിയേണ്ട ഒരു പൊതു തത്വമാണ്. വഅന്നല്ലാഹ ലാ യഹ്ദീ കൈദൽ ഖായിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വഞ്ചകന്മാരുടെ തന്ത്രത്തെ വിജയിപ്പിക്കുകയില്ല, അതവരിലേക്ക് തന്നെ മടങ്ങും. വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബിഅഹ്ലി, തെറ്റായ തന്ത്രം ആര് പ്രയോഗിച്ചാലും അത് അവരിലേക്ക് തന്നെ മടങ്ങും. ഫലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. അതാണ് റബ്ബിൻ്റെ നടപടിക്രമം. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെയെല്ലാം ആരൊക്കെ ആർക്കെതിരിൽ തന്ത്രം മെനഞ്ഞാലും അത് അവരിലേക്ക് മടങ്ങും, അത് വിജയിക്കുകയില്ല, അത് പരാജയപ്പെടും. എത്ര തന്നെ അസത്യം വിളിച്ചു പറയപ്പെട്ടാലും സത്യം സൂര്യപ്രകാശം പോലെ തെളിഞ്ഞു വരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ബാത്തിൽ എന്നും പരാജയപ്പെടും, സത്യത്തിന് മാത്രമാണ് വിജയമുണ്ടാവുക, ഹക്കിന് മാത്രമാണ് വിജയമുണ്ടാവുക എന്ന് ആവർത്തിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു കാര്യം കൂടി അതിൽ നിന്ന് മനസ്സിലാക്കണം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിനപ്പുറം അദ്ദേഹം ഒരു നബിയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച റസൂലാണ്. എന്നിട്ടും ഒരു തെറ്റായ ആരോപണത്തിൻ്റെ പേരിൽ വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതല്ലാത്തവരെ സംബന്ധിച്ചെന്തു പറയാനാണ്. അതുകൊണ്ട് തന്നെ നാം എത്ര നിരപരാധികളാണെങ്കിലും ഹക്ക് എത്രയും നമ്മുടെ കൂടെയുണ്ടെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അഹസിബ അന്നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്ന അല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്ന അല്ലാഹു അല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വെറുതെ വിട്ടേക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അല്ല, അന്ന് മുതൽ പരീക്ഷണം തുടങ്ങുകയായി. ശ്രദ്ധിക്കുക, ഒരാൾ ഞാൻ മുഅ്മിനാണെന്ന് പറഞ്ഞാൽ, ഞാൻ മുവഹിദാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ അള്ളാഹു ആ വ്യക്തിയെ പരീക്ഷിക്കും. എന്തിന്? പറഞ്ഞത് സത്യമാണോ അല്ലേ? സത്യസന്ധരെയും അല്ലാത്തവരെയും വേർതിരിച്ചറിയാൻ വേണ്ടി അള്ളാഹു നിരന്തരമായി പരീക്ഷണങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ ഈമാൻ അത് ഹഖീഖത്തുള്ളതാണോ ഇഖ്ലാസുള്ളതാണോ എന്ന് തെളിയുന്നതുവരെ അള്ളാഹു നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ മഹാനായ ഒരു പ്രവാചകൻ, ഒരു റസൂൽ ഒരു തെറ്റായ ആരോപണത്തിൻ്റെ പേരിൽ ഇത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പരീക്ഷിക്കും. കളവ് പറയുന്ന ആളുകളുടെ കളവുകൾക്ക് താൽക്കാലിക വിജയം അല്ലാഹു നൽകും. അവരുടെ മേൽ ശിക്ഷ വർദ്ധിക്കുവാനും വിശ്വാസികളുടെ മേൽ പ്രതിഫലം വർദ്ധിക്കുവാനും. അൽഹംദുലില്ലാഹ്.
ആരാണോ തെറ്റായ ആരോപണം കൊണ്ടുവരുന്നത്, ഇന്നല്ലദീന ജാഉ ബിൽഇഫ്കി ഉസ്ബത്തുൻ മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്ം വല്ലദീ തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബുൻ അലീം. നിങ്ങളിൽ നിന്ന് തെറ്റായ വാർത്ത കൊണ്ടുവന്ന ആളുകൾ അവരൊരിക്കലും വിചാരിക്കേണ്ട അതവർക്ക് ഖൈറാണ് എന്ന്. ആരോപിക്കപ്പെട്ടവർ വിചാരിക്കരുത് അതവർക്ക് ഷർറാണ് എന്ന്. മറിച്ച് അത് ഖൈറാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്കെതിരിൽ ഒരു തെറ്റായ ആരോപണമുണ്ടെങ്കിൽ ബൽ ഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറാണ്. കള്ളവാർത്ത എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഖൈറാവുന്നത്? നിങ്ങൾക്കെതിരിലുള്ള തെറ്റായ ഒരു ആരോപണം എങ്ങനെയാണ് ഖൈറാവുന്നത്? റഹ്മാനായ റബ്ബ് പറയുന്നത് അത് ഖൈറാണ് നിങ്ങൾക്ക്, അവർക്ക് ഷർറുമാണ്. ആരോപണം നടത്തുന്ന ആളുകൾക്ക്, അതിന് നേതൃത്വം കൊടുത്തവർക്ക് വല്ലദീ തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വഞ്ചിക്കപ്പെടണ്ട. അള്ളാഹു അവരെ പിടികൂടുന്നില്ല. അവർക്ക് സമയവും ആയുസ്സും കാലയളവും ദീർഘിച്ച് കിട്ടുന്നു എന്നത് ഖൈറാണെന്ന് വിചാരിക്കണ്ട. അവരുടെ പാപങ്ങളുടെ മേൽ പാപഭാരം വർദ്ധിക്കാൻ വേണ്ടി, പാപങ്ങളുടെ മേൽ പാപഭാരം വർദ്ധിക്കുവാൻ വേണ്ടി അള്ളാഹു അവർക്ക് സമയം നീട്ടിക്കൊടുക്കുകയാണ്. ആരോപണ വിധേയരോ അവരെത്രമാത്രം ക്ഷമിക്കുന്നുവോ, സഹിക്കുന്നുവോ, റബ്ബിൽ തവക്കുലാക്കുന്നുവോ, മാന്യത വിടാതെ അവർ നിലകൊള്ളുന്നുവോ, അതിനനുസരിച്ച് അവർക്ക് പ്രതിഫലം വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബ് വിശ്വാസികളെ പരീക്ഷിക്കും, ഒരു സംശയവുമില്ല. ആരോപണങ്ങളുടെ പേരിൽ പരീക്ഷിക്കപ്പെടും. പക്ഷേ ഒരു നാൾ സത്യം പുറത്തു വരും. ജാ അൽ ഹഖു വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. ബാത്തിലിന് പോയല്ലാതെ നിർവാഹമില്ല. ബാത്തിൽ നശിക്കുക തന്നെ ചെയ്യും, സത്യം സ്ഥാപിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള വളരെ വലിയ യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അത്തരം ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. തൽക്കാലം സൂറത്തു യൂസുഫിൻ്റെ തഫ്സീർ റമളാനിന് മുമ്പുള്ളത് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പുതിയ ജുസ്, പുതിയ മേഖലകൾ ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്താൽ പരിശുദ്ധ റമളാൻ മാസത്തിന് ശേഷം നമ്മൾ ആരംഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം റമളാനിലേക്കാണല്ലോ പ്രവേശിക്കുന്നത്. അതിനു മുമ്പ് ഒരല്പം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ വന്നാൽ റമളാനിൻ്റെ വരവിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും സന്തോഷവാർത്ത അറിയിക്കുകയും തയ്യാറെടുക്കാൻ വേണ്ടിയുള്ള ആഹ്വാനം നൽകുകയും ചെയ്യാറുണ്ടായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. സ്വഹീഹായ ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതാക്കും ഷഹ്റു റമളാൻ, നിങ്ങൾക്കിതാ റമളാൻ വന്നിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്കുൻ, അനുഗ്രഹീതമായ ഒരു മാസമാണത്. റമളാനിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാ ബറക്കത്തുകളുമുള്ളൊരു മാസം ഇതാ വരാൻ പോകുന്നു, നമ്മളതിൻ്റെ തൊട്ടടുത്താണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിനെ സംബന്ധിച്ച് സന്തോഷവാർത്ത അറിയിച്ചിട്ട് പറഞ്ഞ ഒരു പ്രധാന വിഷയം, ലില്ലാഹി തആല ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രി ഈ മാസത്തിൽ വരാനുണ്ട്. റമളാനിനെ കുറിച്ച് പറഞ്ഞിട്ട് റസൂലുള്ളാഹ് പ്രത്യേകം സൂചിപ്പിച്ച വിഷയം ലൈലത്തുൽ ഖദറാണ്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹു. ലൈലത്തുൽ ഖദറിൻ്റെ നന്മ ആരാണോ നഷ്ടപ്പെടുത്തിയത്, എല്ലാ നന്മകളും അയാൾ നഷ്ടപ്പെടുത്തി. ഹുരിമ എന്നാണ് പറയുന്നത്, എന്ന് പറഞ്ഞാൽ തടയപ്പെട്ടു എന്നാണ്. തടയുന്നവൻ അള്ളാഹുവാണ്. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയുടെ ശ്രേഷ്ഠത അള്ളാഹു ഒരാൾക്ക് വേണ്ടാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എല്ലാ ഖൈറുകളും ആ വ്യക്തിക്ക് വേണ്ട എന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. മഅദല്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലാ യുഹ്റമു ഖൈറുഹാ ഇല്ലാ മഹ്റൂമുൻ. റസൂലുള്ളാഹ് പറയാണ്, മഹാഭാഗ്യം കെട്ടവനല്ലാതെ ലൈലത്തുൽ ഖദർ കിട്ടാതിരിക്കൂല. മഹാഭാഗ്യം കെട്ടവനല്ലാതെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമായി അകന്നുപോയവനല്ലാതെ ലൈലത്തുൽ ഖദറിൻ്റെ നന്മ
തടയപ്പെടുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടായിരിക്കാം പ്രിയപ്പെട്ടവരെ റമളാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞത്? അതിനൊരു കാരണമുണ്ട്. കാരണം ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. എന്താണ് അതിൻ്റെ വ്യാഖ്യാനം? ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, 1000 മാസങ്ങളേക്കാൾ 1000 മാസം ചെയ്യുന്ന ഇബാദത്തിന് തുല്യമാണ് ആ രാത്രിയിലെ ഇബാദത്തിൻ്റെ പ്രതിഫലം എന്നാണ്. ശ്രദ്ധിക്കുക, ഏകദേശം 83 വർഷമാണ് 1000 മാസം എന്ന് പറയുന്നത്. ഏകദേശം 83 വർഷം ഒരു മനുഷ്യൻ്റെ ആയുസ്. ഈ ഉമ്മത്തിൻ്റെ ആയുസ് വെച്ച് നോക്കുകയാണെങ്കിൽ റസൂലുള്ള പറഞ്ഞത് 60 to 70. അതിൽ നിന്നും സിയാദത്തൊരു 23 വർഷം കൂടി ഒരാൾ പോയാൽ പോലും ഒറ്റ ലൈലത്തുൽ ഖദറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒറ്റ ലൈലത്തുൽ ഖദറിൻ്റെ കാര്യം 83 വർഷത്തെ വീണ്ടെടുക്കാനുള്ള അവസരമാണ്. ഇത് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ അതിനേക്കാൾ വലിയ ദൗർഭാഗ്യം വേറെന്താണ്? 83 വർഷത്തെ നിരന്തരമായ ഇബാദത്തിൻ്റെ പ്രതിഫലം ശ്രദ്ധിക്കുക. വെറും 83 വർഷമല്ല, 83 വർഷത്തിലെ ഇബാദത്തുകളെ വീണ്ടെടുക്കാൻ പറ്റുന്ന 12 മണിക്കൂർ എന്ന് പറഞ്ഞാൽ രാത്രി. ആ രാത്രി അള്ളാഹു നൽകുന്ന ഏറ്റവും ശ്രദ്ധേയമായ അവസരമാണത്. കാരണം തൊട്ടടുത്ത വർഷത്തിൽ നാം ഉണ്ടാകുമെന്നതിന് ഒരു ഗ്യാരണ്ടിയുമില്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നക ലതറ റജുൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നക ലതറ റജുല യംശി ഫിൽ അസ്വാഖ്, നിങ്ങൾക്ക് ഒരു വ്യക്തിയെ അങ്ങാടി കൂടി നടക്കുന്നത് കാണാം. പക്ഷേ വഖദ് വഖഅ ഇസ്മുഹു ഫിൽ മൗതാ, പക്ഷേ ആ വ്യക്തിയുടെ പേര് മരണപ്പെട്ടവരുടെ പേരിൽ മലക്കുകൾ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വർഷം മരിക്കേണ്ട ആളുകളുടെ ലിസ്റ്റുമായിട്ടാണ് മലക്കുകൾ നടക്കുന്നത്. അങ്ങാടിയിലൂടെ അദ്ദേഹം നടക്കുന്നുണ്ടെങ്കിലും പേര് മരിക്കാനുള്ളവരുടെ ലിസ്റ്റിലാണ്. സുമ്മ ഖറഅ, എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓതി, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്ന കുന്ന മുദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് നാം പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാണ്. ആ രാത്രിയുടെ പ്രത്യേകത ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, ഹക്കീമായ എല്ലാ കാര്യങ്ങളും അന്ന് വിഭജിക്കപ്പെടുന്നു. മലക്കുകളുടെ കൈകളിലേക്ക് അള്ളാഹു ഹുക്മാക്കിയ, അതാണ് അതിൻ്റെ വ്യാഖ്യാനമായി ഉലമാക്കൾ പറഞ്ഞത്. അള്ളാഹു ഹുക്കുമായി നിശ്ചയിച്ചതൊക്കെ മലക്കുകൾക്ക് കൊടുക്കും. ആ ലിസ്റ്റിൽ ആ വർഷം മരിക്കേണ്ടവരുടെ പേരുണ്ട്. അവൻ നിങ്ങൾ അങ്ങാടിയിൽ കാണാം, കല്യാണ വീട്ടിൽ കാണാം, അറിവിൻ്റെ മജ്ലിസിൽ കാണാം. പക്ഷേ മലക്കുകൾ ഈ ലിസ്റ്റുമായിട്ടാണ് നടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ മറ്റൊരു ലൈലത്തുൽ ഖദർ ലഭിക്കാൻ, മറ്റൊരു റമളാൻ ലഭിക്കാൻ അടുത്ത വർഷം നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ അവസാന ചാൻസാണ്. നഷ്ടപ്പെടുത്തിയ രാവുകളെയും പകലുകളെയും വീണ്ടെടുക്കാനുള്ള 83 വർഷത്തിന് പകരമാവാൻ സാധിക്കുന്ന ഒരു രാത്രി, ആ രാത്രിയെ ഉപയോഗപ്പെടുത്തണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ സൂചന നൽകുന്നത്. അതുകൊണ്ടാണ് ഇതാ റമളാൻ വന്നു, അതിലൊരു രാത്രിയുണ്ടെന്ന് പറഞ്ഞ് ആ രാത്രിയുടെ ദൈർഘ്യവും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഫളായിലുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രധാനപ്പെട്ട 2 അസ്ലുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിൽ ഒന്നാമത്തത്, അതിൽ ഒന്നെന്താണ്? വ്യക്തമായ ധാരാളക്കണക്കിന് നന്മകളും ഇബാദത്തുകളും ഞാൻ ചെയ്യുമെന്ന സത്യസന്ധമായ ഒരു നിയ്യത്ത് നമ്മൾ മനസ്സിൽ കരുതണം. അമലിനേക്കാൾ വലിപ്പമുള്ളത് എന്തിനാണ്? നിയ്യത്തിനാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയാറുള്ളത്, അന്നിയ്യതു അബ്ലഗു മിനൽ അമൽ. അമലിനേക്കാൾ മുന്തി നിൽക്കുന്നത് നിയ്യത്താണ്. നിയ്യത്ത് നോക്കിയിട്ടാണ് അമല് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതും പ്രതിഫലത്തിൽ വർധനവ് കുറവ് ഒക്കെ ഉണ്ടാവുന്നതും തള്ളപ്പെടുന്നതുമെല്ലാം നിയ്യത്ത് നോക്കിയിട്ടാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. മാ അമില എന്നല്ല പറഞ്ഞത്, മനുഷ്യൻ അവന് പ്രവർത്തിച്ചതുണ്ട് എന്നല്ല പറഞ്ഞത്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, അവൻ നിയ്യത്താക്കിയതാണ് അവനുള്ളത് എന്നാണ്. അവൻ അമലാക്കിയത് എന്നല്ല പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അമലില്ല എന്നല്ല, മറിച്ച് നിയ്യത്താണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്.
ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകൻ അബ്ദുള്ള ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ എനിക്കൊരു വസിയത്ത് നൽകണം. അപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മകന് നൽകിയ വസിയത്ത് ഇൻ വിൽ ഖൈർ, നീ എപ്പോഴും നല്ലത് നിയ്യത്താക്കണം മനസ്സിൽ. കാരണം ഫഇന്നക ലാ തസാലു ബിഖൈരിൻ കുല്ലമാ നവൈതൽ ഖൈർ, എപ്പോഴൊക്കെ നീ നല്ലത് നിയ്യത്താക്കുന്നുവോ അപ്പോഴൊക്കെ നീ ഖൈറിലാണ്. നീ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും നിന്റെ മനസ്സിൽ നീ നന്മ നിയ്യത്താക്കുന്ന സന്ദർഭത്തിലൊക്കെ നീ ഖൈറിലാണ്. കാരണം ഖൈർ ചെയ്യാനുള്ള നിയ്യത്ത് ഏറ്റവും വലിയ അമലു സാലിഹാത്തിൽപ്പെട്ടതാണ്. ഞാൻ ഇന്ന നന്മകളൊക്കെ ചെയ്യും എന്ന് കരുതൽ പോലും വലിയ സൽക്കർമ്മത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നീ അമല് ചെയ്യുന്നില്ലെങ്കിൽ പോലും അത് ചെയ്യാൻ വേണ്ടി നീ നിയ്യത്താക്കി അന്ന് മുതൽ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കുക, അന്ന് മുതൽ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സ്വഹാബത്തിനെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞത് 6 മാസം മുമ്പേ റമളാനിന് ഒരുങ്ങുന്നു. 6 മാസം മുമ്പേ അവർ റമളാനിന് വേണ്ടി ഒരുങ്ങിയിരുന്നു. എന്തിനാണ്? ആ പ്രതിഫലം നേടിയെടുക്കുവാൻ വേണ്ടി. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അദ്ദേഹം ആവർത്തിച്ച് പറയാറുള്ളൊരു കാര്യമാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നൽ അബ്ദൽ മുസ്ലിമ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഇദാ മരിദ ഔ സാഫർ, ഒന്നുകിൽ രോഗിയായി അല്ലെങ്കിൽ യാത്രയിലാണ്, കുതിബ ലഹു മിനൽ അജ്ർ കമാ കാന യഅമലു മുഖീമൻ സഹീഹ, യാത്രക്കാരനല്ലാതെ രോഗിയല്ലാത്ത സന്ദർഭത്തിൽ ആ വ്യക്തി ചെയ്യുന്ന ഇബാദത്തുകൾക്ക് എത്രയാണോ പ്രതിഫലം അതൊക്കെ യാത്രക്കാരനും കൊടുക്കും, രോഗിയായ സന്ദർഭത്തിലും കൊടുക്കും. അമല് പക്ഷേ കുറവായിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് രോഗിയായപ്പോൾ നേരത്തെ ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത്? ശരീരം ദുർബലമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ അള്ളാഹു പ്രതിഫലം കുറയ്ക്കൂല. സുബ്ഹാനല്ലാഹ്, റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യം നോക്കൂ. ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും രോഗാവസ്ഥയിൽ അതിൻ്റെ പ്രതിഫലമുണ്ട്. അതേപോലെ തന്നെ യാത്രക്കാർക്കും. കാരണം ആ മനുഷ്യന് അവസരമില്ലാത്തത് കൊണ്ടാണ് ചെയ്യാത്തത്. എന്നാൽ നന്മ ചെയ്യുന്ന ആളാണ്, അത് പതിവാക്കുന്ന ആളാണെന്ന് റഹ്മാനായ റബ്ബിനറിയാം. അവർക്ക് പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്, ഖുദ്സിയായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നല്ലാഹ കതബൽ ഹസനാത്ത് വസ്സയ്യിആത്ത് സുമ്മ ബയ്യന ദാലിക് ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില. ഒരു വ്യക്തി ഒരു നന്മ ഉദ്ദേശിച്ചു, പക്ഷെ അത് പ്രവർത്തിച്ചില്ല, എന്നാലും ഒരു സമ്പൂർണ്ണ നന്മ രേഖപ്പെടുത്തുന്നതാണ്. കാരണം മറ്റു പല തടസ്സങ്ങൾ കൊണ്ടും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ മനസ്സിൽ നിയ്യത്ത് വേണം. അതുകൊണ്ട് റമളാൻ വരുന്നു, നമ്മുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടാവണം. ഞാൻ ഇത്രയൊക്കെ ഖുർആൻ ഓതും, അത് സത്യസന്ധമായിരിക്കണം. ഞാൻ ഇത്ര ദൈർഘ്യമായി ഞാൻ നമസ്കരിക്കും ഖിയാമുൽ ലൈൽ, അതേപോലെയുള്ള ഇന്ന സൽക്കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യുമെന്ന് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി നമ്മൾ നിയ്യത്താക്കുക. എങ്കിൽ ഏതെങ്കിലും കാരണം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റാതെ പോയാലും ഇൻഷാ അല്ലാഹ് അതിന് പ്രതിഫലമുണ്ട്, നമ്മുടെ നിയ്യത്ത് ഇഖ്ലാസോടുകൂടിയുള്ളതാണെങ്കിൽ. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അൻ അബീ കബിശത്തൽ അൻമാരി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലു ഹാദിഹിൽ ഉമ്മ കമസലി അർബഅത്തി നഫർ. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത 4 വിഭാഗം ആളുകളെ പോലെയാണ്. അതിൽ 2 വിഭാഗത്തെക്കുറിച്ച് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റജുലുൻ ആതാഹുല്ലാഹു മാലൻ വ ഇൽമ, അള്ളാഹു ഒരാൾക്ക് ഇൽമും കൊടുത്തു, ധനവും കൊടുത്തു, അറിവുമുണ്ട്, വിജ്ഞാനവുമുണ്ട്. അൽഹംദുലില്ലാ. ഫഹുവ യഅമലു ബിഇൽമിഹി ഫീ മാലിഹി യുൻഫിഖുഹു ഫീ ഹഖ്ഖിഹി. തൻ്റെ ഇൽമു കൊണ്ട് തൻ്റെ ധനത്തിൽ അയാൾ പ്രവർത്തിക്കുന്നു. ആ വേർഡ് ശരിക്കും ശ്രദ്ധിക്കുക. ഫഹുവ യഅമലു ബിഇൽമിഹി ഫീ മാലിഹി. തൻ്റെ ഇൽമ് തൻ്റെ സമ്പത്തിൽ പ്രകടമാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനാണ് ആ പണം ആ വ്യക്തി ഉപയോഗപ്പെടുത്തുന്നത്. ദൂർത്തടിക്കാനല്ല, ഹറാമുകൾക്കല്ല, മറിച്ച് അള്ളാഹു അനുവദിച്ച മാർഗങ്ങളിൽ. യുൻഫിഖുഹു ഫീ ഹഖ്ഖിഹി, അതിൻ്റെ ഹക്കനുസരിച്ചാണ് ചെലവഴിക്കുന്നത്. എന്നാൽ വറജുലുൻ, ഒരു വ്യക്തി ആതാഹുല്ലാഹു ഇൽമ, അള്ളാഹു ഇൽമ് നൽകി, എന്നാൽ വലം യുഅ്തിഹി മാലാ, സമ്പത്ത് കൊടുത്തിട്ടില്ല. ഇൽമുണ്ട് പക്ഷെ സമ്പത്തില്ല.
ആ വ്യക്തി പറയാണ് മറ്റേ ആളെ നോക്കിയിട്ട്, ഫഹുവ യഖൂലു ലൗ കാന ലീ മിസ്ലു ഹാദാ അമിൽതു ഫീഹി മിസ്ലല്ലദീ യഅമൽ. എനിക്ക് പണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ, സമ്പത്ത് എങ്ങനെയൊക്കെ ചെലവഴിക്കണം എന്നുള്ള ഇൽമ് എനിക്കുണ്ട്, പക്ഷേ പൈസ ഇല്ല. പൈസ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യുമായിരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ശരിക്കും ശ്രദ്ധിച്ചോളൂ ഈ വേർഡ്, ഫഹുമാ ഫിൽ അജ്രി സവാഉൻ, പ്രതിഫലത്തിൽ രണ്ടാളും ഒരുപോലെയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പണമല്ല, ചെലവഴിച്ചിട്ടില്ല, മറ്റേ ആൾ പണമുണ്ട്, ചെലവഴിച്ചു, പക്ഷേ പ്രതിഫലം രണ്ടാൾക്കും ഒരുപോലെ. എന്താ? ആത്മാർത്ഥമായ നീയത്താണ്, ഉദ്ദേശമാണ്, നന്മയോടുള്ള ഇഷ്ടമാണ്, ആഗ്രഹമാണ്. അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കെ ആ ആഗ്രഹം ഉള്ളിടത്തിലോളം പ്രതിഫലമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് പരിശുദ്ധ റമളാൻ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ഇഹ്തിസാബും ഈമാനുമാണ് നമ്മൾ പരിപോഷിപ്പിക്കേണ്ടത്, നിയ്യത്താണ്. അതുകൊണ്ടാണ് മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ. അവിടെ നിയ്യത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈമാനും ഇഹ്തിസാബും ഹൃദയത്തിൻ്റെ അമലുകളാണ്. ഈ ഹൃദയത്തിൻ്റെ രണ്ട് അമലുകൾ പെർഫെക്റ്റ് ആണോ, ആ നോമ്പ് സ്വീകരിക്കപ്പെടും, ആ ഖിയാമുൽ ലൈൽ സ്വീകരിക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ നിയ്യത്തിനെ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിലാക്കി തീർക്കുക ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തത്, ഏത് കാര്യത്തിലാണ് നമ്മൾ നിയ്യത്താക്കേണ്ടത്, ഏതെല്ലാം വിഷയങ്ങളാണ്? പ്രധാനപ്പെട്ട ചിലത്, ധാരാളം നന്മകളുടെ ഹിസാലുകൾ എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത അത്രയുമാണ്. പക്ഷേ അതിൽ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്, അതിൽ ഏറ്റവും ഒന്നാമത്തത് അസ്സിയാം, നോമ്പ് തന്നെയാണ്. 30 നോമ്പും ഞാൻ നോൽക്കും, മറ്റു തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ. അത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ നോമ്പിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് യാതൊരു പോരായ്മകളുമില്ലാതെ ഞാൻ നോമ്പ് നോൽക്കും. പ്രിയപ്പെട്ടവരെ, ഉലമാക്കൾ പറയുന്നത്, നോമ്പ് നോൽക്കുക എന്നതിനേക്കാൾ പ്രധാനം നോമ്പിനെ സംരക്ഷിക്കുക എന്നതാണ്. പലരും അത് ശ്രദ്ധിക്കുന്നില്ല. കാരണം നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ ആഹാദായ ഏതൊരു മുസ്ലിമിനും പറ്റും. ജാഹിലായ ഒരാളും നോമ്പ് നോൽക്കും, ആലിമായ ഒരാളും നോമ്പ് നോൽക്കും, നല്ല ഇൽമുള്ള പണ്ഡിതനും നോമ്പ് നോൽക്കാൻ പറ്റും, ഒരു ഇൽമില്ലാത്ത ജാഹിലിനും പറ്റും, ഖനിയിനും പറ്റും, ഫക്കീറിനും പറ്റും, എല്ലാവർക്കും പറ്റും ശരീരം കൊണ്ടുള്ള നോമ്പ്. പക്ഷെ നോമ്പിൽ പ്രധാനം നോമ്പിൻ്റെ മഖ്സദ് മനസ്സിലാക്കിയിട്ട് ആ നോമ്പിനെ സംരക്ഷിക്കുക എന്നതാണ് പ്രധാനം. വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ നോട്ടം കൊണ്ടോ കേൾവി കൊണ്ടോ ചിന്തകൾ കൊണ്ടോ നോമ്പിൻ്റെ പ്രതിഫലത്തിന് കോട്ടം തട്ടാത്ത രൂപത്തിൽ അള്ളാഹു സ്വീകരിക്കുന്ന നോമ്പ് നോൽക്കുക എന്നതായിരിക്കണം നിയ്യത്ത്. അല്ലാതെ ഫജ്റിൻ്റെ മുമ്പ് അത്താഴം കഴിക്കുക, മഗ്‌രിബ് കൊടുത്താൽ നോമ്പ് തുറക്കുക എന്നതിൽ പരിമിതപ്പെടുത്താത്ത വ്യക്തമായ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള അസ്സിയാം, അതിന് നമ്മൾ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കണം. കാരണം നോമ്പിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഇന്നഹു ലാ ഇദ്ല ലഹു എന്നാണ്. അതിന് പകരം വെക്കാവുന്ന മറ്റൊരു ഇബാദത്തില്ല. നോമ്പിന് പകരം വെക്കാവുന്ന മറ്റൊരു ഇബാദത്തില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നോമ്പിൻ്റെ അഹ്കാമുകൾ, മര്യാദകൾ ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു നോമ്പായിരിക്കണം. പലർക്കും അഹ്കാമുകൾ അറിയില്ല. ഒരു നോമ്പ് നോറ്റാൽ എന്തൊക്കെ പാടുണ്ട്, എന്തൊക്കെ പാടില്ല, തൻ്റെ ഇണയുമായി എങ്ങനെ, എന്തെല്ലാം, എത്രത്തോളം, ഭക്ഷണം, വെള്ളം, നാവ് തുടങ്ങി ഒരുപാട് വിഷയങ്ങളിൽ ഒരുപാട് അഹ്കാമുകളുണ്ട്. പക്ഷേ മഹാഭൂരിപക്ഷത്തിനും അതൊന്നും അറിയില്ല. ആ അഹ്കാമുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ട് റമളാനിലേക്ക് പ്രവേശിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തത് ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം. റമളാനിനെ കുറിച്ച് പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അതേപോലെ തന്നെ മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാനിലെ രാത്രി നമസ്കാരത്തിന് മറ്റേതൊരു മാസത്തേക്കാളും പ്രാധാന്യമുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസുകളിലൂടെയൊക്കെ മനസ്സിലാക്കി തരുന്നത്. ശേഷം ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഏതെങ്കിലും ആളുകൾക്ക് അവരുടെ ജോലി കാരണമോ മറ്റോ രാത്രി നമസ്കാരം സുദീർഘമായി നിർവഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതവർ ഇശാ നമസ്കാരവും ഫജ്ർ നമസ്കാരവും ഒരിക്കലും ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത് എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,
ആരാണോ ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നത് ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, രാത്രി പകുതി വരെ നമസ്കരിച്ചവൻ്റെ പ്രതിഫലമാണെന്നാണ്. ഖിയാമുൽ ലൈൽ രാത്രി പകുതി വരെ നമസ്കരിച്ചവൻ്റെ പ്രതിഫലമാണ് ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ. അതേപോലെ തന്നെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ ഫജ്ർ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നത് ഫകഅന്നമാ ഖാമൽ ലൈല കുല്ലഹു, രാത്രി മുഴുവൻ ഖിയാമുൽ ലൈൽ നമസ്കരിച്ചവൻ്റെ പ്രതിഫലമാണ് ഫജ്ർ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ. അതുകൊണ്ട് തന്നെ നമസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കുന്ന കാര്യത്തിൽ കൃത്യമായ നിയ്യത്തും ശ്രദ്ധയുമുണ്ടായിരിക്കണം. മൂന്നാമത്തത് ഖിറാഅത്തുൽ ഖുർആൻ. പരിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ് റമദാൻ. ഷഹ്റുൽ ഖുർആനാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. അതുകൊണ്ട് തന്നെ റമദാനിൽ ധാരാളമായ ഖുർആൻ ഓതലാണ് നബിയുടെ ചര്യ, സ്വഹാബത്തിൻ്റെ ചര്യ, താബീങ്ങളുടെ ചര്യ, തബഉ താബീങ്ങളുടെ ചര്യ. എത്രമാത്രം ഖുർആൻ ഓതി തീർക്കാൻ പറ്റുന്നുവോ അത്രയും ഓതി തീർക്കൽ ഖൈറാണ്. ആദ്യം മുതൽ അവസാനം വരെ ഖുർആൻ ഓതുക എന്നുള്ളത് പ്രവാചകൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഖത്മുൽ ഖുർആനിന് പ്രാധാന്യമുണ്ട്, യാതൊരു സംശയവും അതിൽ വേണ്ടതില്ല. അത് നബിയുടെയും സ്വഹാബത്തിൻ്റെയും ചര്യയാണ്, സലഫുകളുടെ മൻഹജിൽപ്പെട്ടതാണ്. ഖത്മുൽ ഖുർആനിന് പ്രാധാന്യമുണ്ട്. എത്രമാത്രം ഓതി തീർക്കാൻ പറ്റുന്നുവോ അത്രയും ഖൈറാണ്. ഓരോ ഹർഫിനും 10 കൂലിയാണ്. അതേ സമയത്ത് ഖുർആനിൻ്റെ അർത്ഥവും ആശയങ്ങളും മനസ്സിലാക്കാൻ മറ്റൊരു സമയം റമദാനിൽ കണ്ടെത്തണം. പല ആളുകളും ചോദിക്കും, ഖുർആനിൻ്റെ അർത്ഥം പഠിക്കലാണോ ഖൈർ, അതല്ല കൂടുതൽ ഖുർആൻ ഓതി ഖത്മ് തീർക്കലാണോ ഖൈർ? എന്താണോ വേണ്ടത്? എല്ലാറ്റിനും അതിൻ്റെ ഖൈറുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ഖൈറായി ഉലമാക്കൾ ഇത്തിഫാഖോടുകൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണത്? പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ എപ്പോഴാണോ നിനക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണോ നിനക്ക് നിൻ്റെ ലൈഫിൽ ഉപകാരപ്പെടുന്നത്, ആ ഖിറാഅത്താണ് ഏറ്റവും അഫ്ളലായ ഖിറാഅത്ത്. ഖുർആനിൻ്റെ കണ്ടന്റ് അനുസരിച്ച് ജീവിക്കാൻ നീ തുടങ്ങുമ്പോൾ അതിന് നിന്നെ സഹായിക്കുന്നത് ഏത് ഖിറാഅത്താണോ ആ ഖിറാഅത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത്. എന്നാൽ നീ ഇങ്ങനെ ഓതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഖുർആനിൻ്റെ പാരായണം ഒരു താഴ്വാരത്തിലും നിൻ്റെ ജീവിതം മറ്റൊരു താഴ്വാരത്തിലുമാണെങ്കിൽ അതിന് ഒരുപാട് ഫضലുകൾ കുറവുണ്ട്. അതുകൊണ്ട് ഏറ്റവും അഫ്ളലായ ഖിറാഅത്ത് അമലോട് കൂടിയുള്ള ഖിറാഅത്താണ്. ഈ അമല് ജീവിതത്തിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവർക്ക് റമദാനിൽ ഇത് രണ്ടും ഒരേപോലെ ശ്രേഷ്ഠമുള്ള കാര്യമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. നാലാമത്തത്, കഴിവിൻ്റെ പരമാവധി മസ്ജിദുകളിൽ ഇരിക്കാൻ ശ്രമിക്കുക, പള്ളികളിൽ ഇരിക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ വീടാണ്. പള്ളിയിലിരിക്കുന്ന സമയം അത്രയും വുദൂഓടുകൂടിയാണെങ്കിൽ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും. മാത്രമല്ല അവർ നമസ്കാരത്തിലുമാണ്. ഇഅ്തികാഫ് റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർവഹിക്കാനുള്ള കാരണവും അതാണ്. ഉലമാക്കൾ പറയാറുണ്ട്, സലഫുകൾ അവരുടെ നോമ്പിനെ സംരക്ഷിക്കാൻ വേണ്ടി പള്ളികളിൽ അധികവും ഇരുന്നിരുന്നു. കാരണം ഗീബത്ത്, നമീമത്ത്, മറ്റ് കാര്യങ്ങൾ, നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ മസ്ജിദുകൾ ഏറ്റവും ഖൈറായ സ്ഥലമാണ്. അതുകൊണ്ട് മാക്സിമം പള്ളികളിൽ ഇരിക്കുവാനും ഖുർആൻ ഓതുവാനും അദ്കാറുകൾ ചൊല്ലുവാനുമൊക്കെ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. അഞ്ചാമതായി, ധാരാളമായി സദഖ ചെയ്യുക. സദഖ ചെയ്യുക എന്നുള്ളത് പൊതുവെ സത്യവിശ്വാസികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്, റമളാനിൽ പ്രത്യേകിച്ചും. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന അജ്വദമാ യകൂനു ഫി റമളാൻ. അള്ളാഹുവിൻ്റെ റസൂൽ റമളാനിൽ ഏറ്റവും കൂടുതൽ സദഖ ചെയ്തിരുന്നു എന്നാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്താണ് ആ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രിഹിം മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈ. ഒരു നോമ്പുകാരനെ നിങ്ങൾ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരൻ്റെ പ്രതിഫലത്തിൽ ഒന്നും കുറയ്ക്കാതെ തന്നെ നിങ്ങൾ ആരെയൊക്കെയാണോ നോമ്പ് തുറപ്പിച്ചത് അവരുടെ നോമ്പിൻ്റെ പ്രതിഫലം നോമ്പ് തുറപ്പിച്ച ആൾക്കാണ്. നമ്മുടെ സദഖ കാരണത്താൽ, നമ്മൾ കൊടുത്തൊരു ഭക്ഷണം കാരണത്താൽ, ആ ഭക്ഷണം ഉപയോഗിച്ചാണ് ഒരാൾ നോമ്പ് തുറക്കുന്നതെങ്കിൽ അത്രയും പ്രതിഫലം ലഭിക്കുകയാണ്. ഒരു നോമ്പിന് തന്നെ എത്ര വലിയ പ്രതിഫലമാണ്. അപ്പോൾ എത്രമാത്രം ആളുകളെ സഹായിക്കാൻ പറ്റുന്നുവോ അത്രമാത്രം ആളുകളുടെ നോമ്പിൻ്റെ പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അതിനേക്കാൾ വലിയ ഖൈർ എന്താണ്? അതുകൊണ്ട് തന്നെ ധാരാളമായി സദഖകൾ ചെയ്യാൻ റമളാനിനെ ഉപയോഗപ്പെടുത്തണം. ആറാമത് ഉലമാക്കൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞത് നാവിൻ്റെ വിഷയമാണ്.
മനുഷ്യൻ്റെ സകല അമലുകളെയും ഫസാദാക്കി കളയുന്നത് നാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സ്വഹാബികൾ ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു, നബിയെ ധാരാളം നോമ്പ് നിൽക്കുന്ന സ്ത്രീയാണ്. എന്താ നോമ്പിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞത്? ഫഇന്നഹു ലാ ഇദ്ല ലഹു, നോമ്പിന് പകരം വെക്കാവുന്ന ഒരു അമലില്ല. ആ നോമ്പ് ധാരാളമായി നിർവഹിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ ഒരു കുഴപ്പമുണ്ട് നബിയെ, നാവ് കൊണ്ട് ചില ഉപദ്രവങ്ങളുണ്ട് അയൽവാസികൾക്കും മറ്റും. ഉടനെ തന്നെ നബിയുടെ മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ് എന്നാണ്. നമ്മൾ നോമ്പ് നിൽക്കുന്ന എന്തിനാണ്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അസ്സിയാമു ജുന്നത്തും മിനന്നാർ, നോമ്പ് നരകത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള പരിചയമാണ്. ആ നോമ്പ് നോറ്റിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തത് എന്തുകൊണ്ട്? നാവിൻ്റെ പ്രശ്നമാണ്. നാവിൻ്റെ പ്രശ്നമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ നാവിനെ ശ്രദ്ധിക്കണം. വഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ്, നിങ്ങൾ നോമ്പ് നോൽക്കുമ്പോൾ മോശമായ വാക്കുകൾ പറയരുത്, വൃത്തികേടുകൾ പറയരുത്, ചീത്ത വിളിക്കരുത്, ആരുമായി ശണ്ടക്ക് പോകരുത്. ആരെങ്കിലും ഇങ്ങോട്ട് ശണ്ടക്ക് വന്നാൽ പറയണം ഇന്നി സായിമുൻ, ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നു, ശണ്ട കൂടാൻ വേണ്ടി വന്ന ആളെയും ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഹിഫ്ളുൽ ലിസാൻ, നാവിനെ നോമ്പുകാർ സംരക്ഷിക്കണം. അത് പിന്നീടുള്ള ജീവിതത്തിൽ അവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് തന്നെ നാവ് നമ്മുടെ അമലുകളെ ബാത്തിലാക്കി കളയുന്ന ഗൗരവമേറിയ ഒരു അവയവമാണ്. അതിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മത വേണം. അഖീറൻ, ഏഴാമതായി സൂചിപ്പിക്കാനുള്ളത് കസറത്തു ദുആ. പ്രിയപ്പെട്ടവരെ, ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട മാസമാണ് റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഓരോ നോമ്പുകാരനും തടയപ്പെടാത്ത റദ്ദില്ലാത്തൊരു ദുആ ഉണ്ട് എന്നാണ്. അത് എല്ലാ രാത്രികളിലും ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ റമളാനിനെ കുറിച്ച് പറയുന്നിടത്താണ് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത്. റമളാനിൻ്റെ അഹ്കാമുകൾ പറഞ്ഞിട്ട് പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാൻ ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറയണം, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. ഇപ്പോൾ ഷഹ്റു റമളാനല്ലദീ എന്ന് പറഞ്ഞിട്ട് പിന്നുള്ള ആയത്തിലാണ് ഇത് പറയുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും പറയുന്നത് എന്താണ്? ഉഹില്ല ലക്കും ലൈലത സിയാമി റഫസു ഇലാ നിസായിക്കും. വീണ്ടും നോമ്പിൻ്റെ ഹുക്കുമാണ്. അപ്പോൾ നോമ്പിൻ്റെ അഹ്കാമുകൾ പറയുന്നതിനിടക്ക് ദുആനെക്കുറിച്ച് പറഞ്ഞത് എന്തിനാണ്? ഉലമാക്കൾ പറയുന്നത് നോമ്പിൻ്റെ സമയത്തുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ്. പ്രത്യേകിച്ചും റമളാനിൻ്റെ രാത്രികളിൽ ആ പ്രാർത്ഥനയിലൂടെ വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈല, എല്ലാ രാത്രിയിലും അല്ലാഹു നിങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. നരകം ലഭിക്കാൻ കാരണമായി തീർന്ന പ്രവർത്തനങ്ങളുള്ള ആളുകൾക്ക് റമളാൻ വളരെ വലിയൊരു അവസരമാണ്. അതുകൊണ്ട് ധാരാളമായി ദുആ ചെയ്യുക. റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ ദുആയേക്കാൾ ആദരിക്കപ്പെടുന്ന മറ്റൊന്നില്ല എന്നാണ്. ലൈസ ശൈഉൻ അക്രമ അലല്ലാഹി മിനദ് ദുആ. പ്രാർത്ഥനയേക്കാൾ പടച്ച റബ്ബിൻ്റെ അടുത്ത് ആദരവോടെ സ്വീകരിക്കപ്പെടുന്ന മറ്റൊരു വിഷയമില്ല എന്നാണ്. അടിമകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങേയറ്റത്തെ ഇഷ്ടമാണ് അടിമകളോട്. ദുആ ചെയ്യുമ്പോൾ റഹ്മാനായ റബ്ബിന് അടിമകളോട് ഇഷ്ടമാണ്. കാരണം ദുആ എന്നുള്ളത് മുഖുൽ ഇബാദ, ഇബാദത്തിൻ്റെ മജ്ജയാണ്. പ്രാർത്ഥന അതിനുവേണ്ടിയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് പോലും. അതുകൊണ്ട് ധാരാളമായി ദുആ ചെയ്യുക. ഇഹപര നന്മകൾക്ക് വേണ്ടി ഒട്ടനവധി പരീക്ഷണങ്ങളിലൂടെയാണ് വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കാത്ത വിധം വ്യക്തിജീവിതം, കുടുംബജീവിതം, വൈവാഹിക ജീവിതം, സാമ്പത്തിക രംഗം, സാമൂഹിക രംഗം, ഒരു മുസ്ലിം എന്നുള്ള നിലക്ക്, ഇസ്ലാം എന്ന മതത്തിൻ്റെ ആളുകൾ എന്നുള്ള നിലക്ക് കടുത്ത പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, ആദർശരംഗത്തും അല്ലാതെയും എല്ലാ മേഖലകളിലും പരീക്ഷണങ്ങളാണ്. എന്തേ മാർഗമുള്ളൂ? റബ്ബിനോട് പറയുക, അള്ളാഹുവിൽ അഭയം തേടുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് തഖ്വയോടുകൂടി മുന്നോട്ട് പോയാൽ വഇൻ തത്തഖൂ വതസ്ബിറൂ, നിങ്ങൾ ക്ഷമ അവലംബിക്കുകയും തഖ്വയോടുകൂടി നിലകൊള്ളുകയും ചെയ്താൽ റഹ്മാനായ റബ്ബ് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ എല്ലാ ഖൈറാത്തുകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും തൗബ ചെയ്തും ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയുടെ മഹത്വം നേടിയെടുക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.